ഒരുപാട് കറികൾ കൂട്ടി ചോറുണ്ണുന്നവർ പോലും ദാ ഈ ഒരു ഭർത്ത ഉണ്ടെങ്കിൽ ഇത് മാത്രം കൂട്ടി ചോറുണ്ണുവേ. അത്രയ്ക്ക് ടേസ്റ്റാണ്. സത്യത്തിൽ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ കൂടി എൻ്റെ വായിക്കൂടെ വെള്ളം വരുവാണ്. അതുപോലെ രുചിയായിരുന്നു. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്ത് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് വറുത്ത് കോരാം. ഇനി ഇതിലേക്ക് കാശ്മീരി ചില്ലി മുളകാണ് ഞാൻ ഇടുന്നത്. അതുകൊണ്ട് ഞാൻ വാരിക്കോരി ഇടുന്നു. സാധാ മുളകാണെങ്കിൽ ഇത്ര ഇടല് നല്ല എരിവായിരിക്കും കേട്ടോ. കാശ്മീരി ആണെങ്കിൽ ഇത്ര ഇട്ടോ കറക്റ്റായിരുന്നേ. അതൊന്ന് വറുത്ത് കോരി മാറ്റി. പിന്നെ ഒരു സവോള ഇതുപോലെ നീളത്തിലരിഞ്ഞ് അതും കൂടെ വറുത്ത് കോരിയിട്ട് മാറ്റുന്നുണ്ട്. ഇനി ഈ എണ്ണയിലേക്കാണ് നമ്മുടെ മെയിൻ ഐറ്റംസ് ഇടാൻ പോകുന്നത്. തക്കാളിയും പിന്നെ അതിലും മെയിനായിട്ട് വഴുതനങ്ങ. ഈ വഴുതനങ്ങ കൊണ്ടാണ് കേട്ടോ ഈ ഒരു ഭർത്ത ഉണ്ടാക്കുന്നത്. അപ്പോൾ തക്കാളിയും വഴുതനങ്ങയും ഇതുപോലെ നിരത്തി വെച്ച് കൊടുത്തു. തിരിച്ചും മറിച്ചു വിട്ട് വേവിച്ചെടുക്കാം. തക്കാളി വെന്തതിന് ശേഷം അതിൻ്റെ തൊലി ഇങ്ങ് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഈ വഴുതനങ്ങയൊക്കെ വെന്ത് കഴിയുമ്പോഴത്തേന് ഇതുപോലെ തിരിച്ചു മറിച്ച് വിട്ട് മൊരിയിച്ചെടുക്കണേ. ഈ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഫ്രൈ പാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് നല്ല ഓഫറിന് മേടിച്ചതാണ്. അപ്പോൾ നിങ്ങൾക്കും ഉണ്ടെങ്കിൽ മേടിക്കാമല്ലോ. നല്ല പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമ്മൾ മൊരിയിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും വാളംപുളി കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. അതും കൂടെ ഒഴിച്ച് കൊടുത്ത് കൈകൊണ്ട് നന്നായിട്ടങ്ങ് ഞെരടി എല്ലാം കൂടെ യോജിപ്പിച്ചെടുക്കണം. ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടെ തൂവിയെടുത്താൽ നല്ല അടിപൊളി വഴുതനങ്ങ ഭർത്ത റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിക്കും ഇത് അടിപൊളിയാണ് കേട്ടോ.